മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മോദി മുസ്ലിങ്ങളോട് എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. ഇപ്പൊ ഞങ്ങൾ വർഗീയം പറഞ്ഞ ഇപ്പൊ ഹാജിമാരോട് ചോദിച്ചു നോക്കും, മോദി എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? ഈ ഹജ്ജ് തീർത്ഥാടനം എന്ന് പറഞ്ഞ ഒരു ഭൂലോക വെള്ളാനയായിരുന്നു മോദി വരുന്നത് വരെ. മലപ്പുറത്ത് ചെന്നിട്ട് ഒരു ഹാജിയാരോട് നിങ്ങൾ ചോദിക്കണം, ഏറ്റവും വലിയ വെള്ളാനയായിരുന്നു ഈ അഹമ്മദ് സാഹിബ് അടക്കം ഇരിക്കുമ്പോൾ. തട്ടിപ്പും ടിക്കറ്റിങ്ങിലെയും അതുപോലെ അവിടുത്തെ യാത്രയുടെയും അക്കോമഡേഷന്റെയും തിരികെ കയറ്റലും കഴിഞ്ഞ 12 വർഷമായിട്ട് ഇത്രയും ട്രാൻസ്പെറന്റ് ആയിട്ട് ഹജ്ജ് നടന്നിട്ട് ഒരു കാലം ഉണ്ടായിട്ടില്ല. സ്ത്രീകൾ ഒറ്റയ്ക്ക് ഹജ്ജിൽ പോകുന്നു, പുരുഷന്മാരുടെ സഹായമില്ലാതെ, ആയിരക്കണക്കിന് ആളുകൾ. ഇതെല്ലാം മോദി സർക്കാർ ചെയ്തതാണ്, ആ സർക്കാരിന്റെ ഭരണത്തിന്റെ പ്രത്യേകതയാണ്. അപ്പം ന്യൂനപക്ഷങ്ങളെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഇവിടെ കുറച്ചു കാലം പറയാൻ നല്ലത്. ഏത് ന്യൂനപക്ഷത്തിന് എന്താ ചെയ്തിരിക്കുന്നത്? ഇപ്പൊ വഖഫ് നിയമത്തിന്റെയാണ് അവർ പറഞ്ഞത്. വഖഫ് എന്ന് പറഞ്ഞ ഭൂലോക സാമ്പത്തിക അഴിമതിയായിരുന്നു. അത് മുസ്ലിം സമുദായത്തിനാണ് അതിന്റെ ഗുണം. വഖഫ് ഭൂമി ചില ആളുകൾ ഇഷ്ടം പോലെ വഖഫ് തട്ടിയെടുക്കുകയായിരുന്നു. ഇന്ത്യയിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്കാമാണ് വഖഫിൽ നടന്നുകൊണ്ടിരുന്നത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ. ഇനി നിങ്ങൾ നോക്കിക്കോ, 1 രൂപയുടെ വെട്ടിപ്പ് നടത്താൻ സാധിക്കില്ല. നിങ്ങൾ കേട്ടില്ലേ? വളരെ വ്യക്തമാണ്. മുസ്ലിങ്ങളുടെ ഏറ്റവും പുണ്യമായിട്ടുള്ള ഹജ്ജിന് പോലും നരേന്ദ്രമോദി അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. കെ സുരേന്ദ്രൻ പറഞ്ഞ ഓരോ വിഷയങ്ങളും എടുത്ത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ ഉണ്ടല്ലോ നരേന്ദ്രമോദിക്കെതിരെ തോന്നിയത് പറയുന്ന സകല ജിഹാദികളും. ഓരോ ജിഹാദികളും ഓർക്കേണ്ടതാ. ഇവിടെ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ രാജ്യത്തെ സകല മുസ്ലിങ്ങൾക്കോ വലിയ രീതിയിൽ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നുണ്ട്. ഈ രാജ്യത്ത് നിന്ന് ഹജ്ജ് ചെയ്യുന്ന ഓരോ ആളുകൾക്കും നരേന്ദ്രമോദിയുടെ സഹായമുണ്ട്. ഇത് കേൾക്കുമ്പോൾ കുറച്ച് ആളുകൾക്ക് കുരുപൊട്ടു. നരേന്ദ്രമോദി ഒന്നുമല്ല, ഇത് ഇന്ത്യയാണ് സഹായിക്കുന്നത്. വളരെ ലളിതമായിട്ട് മറ്റൊരു കാര്യം മുന്നോട്ട് വെക്കാം. ഇവിടെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധി മുതൽ ഈ പറയുന്ന സോണിയാഗാന്ധി വരെ ഭരിക്കുന്ന സമയത്ത് എന്ത് ചെയ്താലും സോണിയാഗാന്ധി, ഇന്ദിരാഗാന്ധി, നെഹ്റു, കോൺഗ്രസ് എന്ന് പറയുന്ന ആളുകളാണ് ഇപ്പൊ പറയുന്നത് നരേന്ദ്രമോദി ഒന്നല്ല ചെയ്യുന്നത്, നരേന്ദ്രമോദി തന്നെയാണ് ചെയ്യുന്നത്. ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ് ഈ രാജ്യത്തെ സകല മുസ്ലിങ്ങൾക്കും കൃത്യമായിട്ട് സഹായം ചെയ്തത്. 1-2 രൂപയൊന്നല്ല, അല്ലെ 1-2 ലക്ഷമല്ല, കോടിക്കണക്കിന് രൂപ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഓരോ വർഷത്തിലും നമ്മുടെ കേന്ദ്ര സർക്കാർ നീക്കി വെക്കുന്നുണ്ട്. ഓരോ വർഷത്തിലും കോടിക്കണക്കിന് രൂപ നരേന്ദ്രമോദി രാജ്യത്തെ മുസ്ലിങ്ങളെ സഹായിക്കുന്നുണ്ട്. പുണ്യമായിട്ട് മുസ്ലിങ്ങൾ വലിയ പുണ്യമായിട്ട് കാണുന്ന ഹജ്ജിന് പോകുന്ന ഓരോ ആളുകൾക്കും അതിന്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. നിങ്ങൾ സൗദിയിലേക്ക് എത്തിയാലും നരേന്ദ്രമോദിയുടെ ഭാരതത്തിൽ നിന്ന് വന്നിട്ടുള്ള ആ സ്വീകരണം, ആ പരിഗണനയൊക്കെ തന്നെ കിട്ടുന്നുണ്ട്, ലഭിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യ. നിങ്ങൾ സബ്സിഡി എന്ന് പറയുന്നതുകൊണ്ട് കിട്ടുന്ന ആനുകൂല്യം ഇതൊക്കെ തന്നെ നരേന്ദ്രമോദി തരുന്ന ആനുകൂല്യമാണ്, സൗജന്യമാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണോ? ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നരേന്ദ്രമോദി രാജ്യത്ത് എന്തൊക്കെ നടപ്പിലാക്കണം എന്ന് പറഞ്ഞു, അതിനെതിരെ ഇവിടെ എന്തൊക്കെ പുകലുണ്ടായിട്ടും ഏതെങ്കിലും ഒരു വിഷയം നരേന്ദ്രമോദി ഭാരതീയ ജനതാ പാർട്ടി രാജ്യത്ത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ട് അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ രാജ്യത്തെ പ്രതിപക്ഷത്തിനോ ഇവിടെയുള്ള മറ്റ് സംവിധാനങ്ങൾക്കോ സാധിച്ചിട്ടില്ല. അപ്പൊ സകല ആളുകളും തിരിച്ചറിയാം, നരേന്ദ്രമോദി ഭാരതീയ ജനതാ പാർട്ടി രാജ്യം ഭരിക്കുന്നവർ വളരെ വ്യക്തമായിട്ട് മുസ്ലിം മതവുമായി ബന്ധപ്പെട്ട് അവർ ഉയർത്തിപ്പിടിക്കുന്ന അവരുടെ ഏറ്റവും പുണ്യമായിട്ടുള്ള ഹജ്ജിനെ അവർ അംഗീകരിച്ച് അതിന് ആനുകൂല്യങ്ങൾ കൊടുത്തു തന്നെയാ മുന്നോട്ട് പോകുന്നത്. അതൊക്കെ ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സകല മുസ്ലിങ്ങളും തിരിച്ചറിയാ. എന്തിനാണ് ഇത്രയും ആനുകൂല്യങ്ങൾ വാങ്ങിയിട്ട് നരേന്ദ്രമോദിയെ തോന്നിയതുപോലെ വിളിക്കുന്നത്, പറയുന്നത് എന്നൊക്കെ ഓരോ മുസൽമാനും ചിന്തിച്ചു നോക്കും, 1000 തവണ ചിന്തിച്ചു നോക്കും. മറ്റൊന്ന് കെ സുരേന്ദ്രൻ കൃത്യമായിട്ട് പറയുന്നില്ലേ, അതായത് സ്ത്രീകൾ ഒറ്റക്ക് ഹജ്ജിന് പോകുന്നത് പോലും നരേന്ദ്രമോദിയുടെ കാലത്തിന് ശേഷമാണ്, നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ്. നരേന്ദ്രമോദിയുടെ കാലമാവേണ്ടി വന്നു ഒരു മുസ്ലിം സ്ത്രീക്ക് ഒറ്റക്ക് സൗദി അറേബ്യയിലേക്ക് ഹജ്ജിന് പോവാൻ. ഒരു രക്ഷകർത്താവില്ലാതെ ഒരു സ്ത്രീക്ക് ഹജ്ജിന് പോവാൻ സാധിക്കൂലായിരുന്നു. എന്നാൽ നരേന്ദ്രമോദി വന്നു, ഒറ്റക്കും ഹജ്ജിന് പോവാമെന്ന് പറഞ്ഞു. അതിനിവിടെ വലിയ രീതിയിൽ ജിഹാദികള്, തുടാപ്പികള്, മഹദൂദികള് വലിയ രീതിയിൽ കുരുവട്ടലുമായിട്ട് രംഗത്തെത്തി. എന്നാൽ അന്നത്തെ മൻ കി ബാത്തില് 2018 കൃത്യമായിട്ട് മൻ കി ബാത്തില് വളരെ വ്യക്തമായിട്ട് നരേന്ദ്രമോദി പറയുന്നുണ്ട്, 1300 സ്ത്രീകൾ ഇതിനോടകം തന്നെ ഒറ്റക്ക് ഹജ്ജിന് പോവാനുള്ള അപേക്ഷ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രഖ്യാപനം നടത്തിയപ്പോഴേക്ക് ജിഹാദികൾ ഉറഞ്ഞു തുള്ളുമ്പോ മുസ്ലിം സ്ത്രീകള് നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ആനുകൂല്യത്തിന് വേണ്ടി ലൈൻ നിന്നു എന്നുള്ളതൊരു
ചരിത്ര സത്യമാണ്. നരേന്ദ്രമോദി മുസ്ലിങ്ങളുടെ നന്മക്ക് വേണ്ടി തന്നെയാ ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇവിടെ ജിഹാദിയെ, ഭീകരവാദികളെ, തീവ്രവാദിയെ എതിർക്കുമ്പോ അതും യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് തന്നെയല്ലേ ആനുകൂല്യം? ഈ മതവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നല്ലേ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്? ഓരോ കുടുംബത്തിനും അവരുടെ ആൺമക്കളെ അങ്ങ് നഷ്ടപ്പെടുകയല്ലേ ചെയ്യുക ഇമാതിരി തീവ്രവാദത്തിന് പോകുമ്പോ? അപ്പൊ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് കൊണ്ട്, ജിഹാദികളെ അടിച്ചൊതുക്കുന്നത് കൊണ്ട്, അടിച്ചമർത്തുന്നത് കൊണ്ട് മുസ്ലിം കുടുംബത്തിന് വലിയ ആനുകൂല്യം. ഇനി വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഇവിടെ വലിയ ബഹള ജിഹാദികള്. ഒരു യാഥാർത്ഥ്യമുണ്ട്, രാജ്യത്തെ വഖഫ് ബോർഡ്, ഏത് വഖഫ് ബോർഡ്, ഏത് സംസ്ഥാനത്തിന്റെ വഖഫ് ബോർഡ് എടുത്തു നോക്കിയാലും അതിന്റെയൊക്കെ തലപ്പത്ത് മുസ്ലിം പ്രമാണിമാരായിട്ടുള്ള ആളുകളാ. അവരെങ്ങനാ പ്രമാണിമാര് ആയിട്ടുള്ളത്? ഇവിടെ ഇപ്പൊ ഇടതോ വലതോ ഭരിക്കാണ്. അവരുമായി ബന്ധപ്പെട്ട മുസ്ലിം കുടുംബങ്ങളിലെ പ്രമാണിമാരാണ് വഖഫ് ബോർഡിന്റെ തലപ്പത്തുണ്ടാകുക. എന്നിട്ട് ആരെങ്കിലും വഖഫ് ചെയ്യുമ്പോൾ, ഏതെങ്കിലും ഒരു മുസൽമാന് അതുമായി ബന്ധപ്പെട്ട ഒരു വഖഫ് ചെയ്യുമ്പോൾ മിക്കവാറും ഈ പ്രമാണിമാര് ഒരു രേഖയില്ലല്ലോ, ആരെയും ബോധിപ്പിക്കാനില്ലല്ലോ, സുഖമായിട്ട് കുറെയൊക്കെ തങ്ങളുടെ കുടുംബത്തെ അങ്ങ് വളർത്തും. അത് നന്നായിട്ട് രാജ്യത്ത് നടന്നിട്ടുണ്ട്. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് അതിന്റെ തലപ്പത്തുള്ള മുസ്ലിം പ്രമാണിമാരായിട്ടുള്ള ആളുകള് വലിയ രീതിയിൽ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ വഖഫ് ചെയ്തിട്ടുള്ള ഒരുപാട് ഭൂമി തട്ടിയെടുത്തിട്ടുണ്ട്. ഒരു തർക്കമില്ലാത്ത വിഷയം. ഇനി അത് നടക്കൂല. കാരണം കൃത്യമായിട്ടൊരു ഭൂമി കൊടുക്കുമ്പോൾ രജിസ്റ്റർ ചെയ്യണം. ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന ആള് ഇന്ന സ്ഥലം ഇത്ര സമയത്ത് ഇന്ന ദിവസം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് രേഖാമൂലം മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റൂ. അത് രാജ്യത്ത് എവിടെ നിന്ന് നോക്കിയാലും കാണുന്നൊരു ഒരു സാഹചര്യം സൃഷ്ടിച്ച് യഥാർത്ഥത്തില് മുസ്ലിങ്ങള് അവര് വഖഫ് ചെയ്യുന്ന ഭൂമി ഇനി പ്രമാണിമാരായിട്ട് ഈ വഖഫ് ബോർഡിന്റെ ഒക്കെ തലപ്പത്തുള്ള ആളുകൾക്ക് പോക്കറ്റിലേക്ക് ഇടാൻ സാധിക്കൂല. അത് ഇടാൻ സാധിക്കാത്തൊരു നിയമ സംവിധാനങ്ങളാണല്ലോ പുതിയത് വരുന്നത് എന്ന് അറിഞ്ഞിട്ട് തന്നെയാ സകല ജിഹാദികളും ചുടാപ്പികളും കൂടി കൂട്ടുകെട്ടി ഈ പറയുന്ന വഖഫ് ബോർഡിന്റെ തലപ്പത്തുള്ള പ്രമാണിമാർക്ക് വേണ്ടി ഈ രംഗത്തെത്തി പ്രതിഷേധം നടത്തിയത്. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് വഖഫ് ബോർഡിലൊക്കെ കൃത്യമായ മാറ്റങ്ങൾ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയാതിരിക്കുന്നത് ശരിയല്ല, മറ്റു മതങ്ങളുടെ സ്ഥലങ്ങൾ പോലും കയ്യേറുന്ന നെറികേടിനെതിരെ കൂടിയാണ് നരേന്ദ്രമോദി സർക്കാർ കൃത്യമായിട്ട് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടൊരു നിയമ ഭേദഗതി സംവിധാനമൊക്കെ കൊണ്ടുവന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയാം. ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ മുസ്ലിങ്ങൾക്ക് വേണ്ടി വലിയ രീതിയിൽ ആനുകൂല്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഹജ്ജ് ആയിക്കൊള്ളട്ടെ, വഖഫ് ആയിക്കൊള്ളട്ടെ, മുത്തലാഖ് ആയിക്കൊള്ളട്ടെ, മുസ്ലിം സ്ത്രീകൾക്ക് വലിയ ആനുകൂല്യ. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യം. എന്നാൽ ഇവിടെ ജിഹാദികള്, ചുടാപ്പികള്, മഹദൂദികള്, UDF LDF ഒറ്റക്കെട്ടായിട്ട് മോദി ഉപദ്രവിക്കാൻ വരുന്നേ മുസ്ലിങ്ങളെ എന്നൊരു പ്രചരണം ഇവിടെ മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ച് നടത്തുന്നത് അതൊരു പച്ചക്കള്ളമാണ്. നരേന്ദ്രമോദി മുസ്ലിം സ്ത്രീകൾക്കൊക്കെ വലിയ മൂല്യം കൊടുക്കുന്നുണ്ട്. മുസ്ലിം മതവുമായി ബന്ധപ്പെട്ട അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം സമ്മതിക്കാത്തത്, അത് ബോധമുള്ള ലോകത്ത് ഒരു മനുഷ്യനും സമ്മതിക്കരുത്. ജിഹാദികളെ അടിച്ചമർത്തണം, തീവ്രവാദികളെ, ഭീകരവാദികളെ അടിച്ചമർത്തണം. അതിനെതിരെ ശക്തമായ നിലപാട് നരേന്ദ്രമോദി സർക്കാർ എടുക്കുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ സമാധാനത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക. കെ സുരേന്ദ്രൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു മതത്തോടും നരേന്ദ്രമോദി സംവിധാനങ്ങൾക്ക് എതിർപ്പില്ല, എല്ലാവരെയും കൂട്ടുപിടിക്കാണ്. രാജ്യത്തിനെതിരെ ആര് നിന്നാലും, അത് മതഭേദമന്യേ ആര് നിന്നാലും അവര് ഓടിക്കുക തന്നെ ചെയ്യൂ. അതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.